വടകര നഗരസഭയുടെ ഖരമാലിന്യ ശേഖരണ കേന്ദ്രത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം ഭീഷണി ഉയർത്തുന്നതായി ആരോപണം. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി സെന്ററിലാണ് മാലിന്യം കയറ്റിപ്പോകാതെ കൂട്ടിയിട്ടിരിക്കുന്നത്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്, കുപ്പി, കടലാസ്, തുണി, ഇലക്ട്രിക് വേസ്റ്റ് എന്നിവയാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. യൂസേഴ്സ് ഫീ വാങ്ങി ശേഖരിക്കുന്ന ജൈവ അജൈവ മാലിന്യം വേർതിരിച്ച് പുനരുപയോഗത്തിന് അയക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവ കൊണ്ടുപോകുന്ന കമ്പനിക്ക് നൽകാനുള്ള പണം കുടിശ്ശികയായതോടെയാണ് ഇവ കയറ്റി അയക്കാൻ സാധിക്കാത്തത്. നല്ല രീതിയിൽ നടന്നുവരുന്ന വടകര നഗരസഭയുടെ മാലിന്യ പരിപാലനം ഇപ്പോൾ അവതാളത്തിലായെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. മാലിന്യം ഇത്തരത്തിൽ സൂക്ഷിക്കുന്നത് സമീപത്തെ കടകളിലുള്ളവർക്കും പൊതുജനങ്ങൾക്കും ആരോഗ്യ ഭീഷണി ഉണ്ടാക്കുമെന്നും ഇവർ കുറ്റപ്പെടുത്തി. വടകര നഗരസഭയിലെ വീടുകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ഖരമാലിന്യങ്ങൾ സൂക്ഷിക്കുന്ന MRF സെൻ്ററാണ് ഇതിൻ്റെ തൊട്ട് പുറകിലുള്ളത്. മാസം തോറും വീടുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇവിടെ സംസ്കരിക്കുകയും അതിനനുസരിച്ച് കയറ്റി അയക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഗ്രീൻ ബോം സൊല്യൂഷൻസുമായിട്ടാണ് ഈ കരാറ് മുനിസിപ്പാലിറ്റി ഒപ്പുവെച്ചിരിക്കുന്നത്. അതനുസരിച്ച് പെട്ടെന്ന് ഇവിടുന്ന് സാധാരണ കയറ്റി അയക്കാറുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളമായി ഈ വേസ്റ്റുകൾ ഇവിടെ തന്നെ ഡംപ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സെൻറ്ററിന് പുറത്തും റോഡിലേക്കും പൊതുജനങ്ങൾക്കും ഇവിടുത്തെ സ്ഥാപനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവുന്ന തരത്തിലാണ് ഇപ്പോൾ വേസ്റ്റ് പുറത്തേക്ക് വെക്കുന്നത്, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത്. മനസ്സിലാക്കുന്നത് ഗ്രീൻ ബോംസിന് അടക്കാനുള്ള പൈസ കൃത്യസമയത്ത് അടക്കാത്തത് കൊണ്ട് ഈ മാലിന്യങ്ങൾ അവർ അങ്ങോട്ടേക്ക് സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഈ നിലയിലേക്ക് പോകുന്നത്. വടകരയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തെ അട്ടിമറിക്കുന്ന, പിന്നോട്ടേക്ക് നയിക്കുന്ന നഗരസഭ ഭരണകൂടത്തിൻ്റെ അശ്രദ്ധയും അലംഭാവവും കാരണമാണ് ഈ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാൻ കാരണം. ഇവിടെ നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇവിടെ അതിന് പകരം മറ്റൊരു മാലിന്യ കേന്ദ്രം ഇവിടെ നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ അടിയന്തരമായ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ UDF ഈ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതേസമയം സർക്കാരിൽ നിന്നും ഈ ആഴ്ച തന്നെ ഫണ്ട് ലഭ്യമാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളതെന്നും കിട്ടിയാൽ ഉടൻ തന്നെ കുടിശ്ശിക തീർത്ത് മാലിന്യം കയറ്റി അയക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു പറഞ്ഞു. ഓന് ജോലി കിട്ടിയ ഓന് മാത്രമല്ല ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരീടെ ഇല്ലത്. ഏതിരോ നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാണ്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ